ഹായ്, ഞാൻ ഇന്ന് ഒരുപാട് എക്സൈറ്റഡ് ആയിരിക്കുന്ന അതിലേറെ ഹാപ്പി ആയിരിക്കുന്ന ഒരു ഡേ ആണ്. വേറൊന്നുമല്ല, നമ്മുടെ ആൻയൂസ് മൾട്ടിമീഡിയയിൽ പഠിക്കുന്ന നമ്മൾ തന്നെ സ്റ്റുഡൻസ് ആക്ട് ചെയ്ത് വർക്ക് ചെയ്ത് ഇറങ്ങുന്ന ഒരു ആഡ് ഫിലിം. അതും വെറും ഒരു ആഡ് ഫിലിം അല്ല, ഒരു തിയേറ്ററിക്കൽ ആഡ് റിലീസ് ആവാണ്. അപ്പോൾ നമ്മുടെ കൂടെയുള്ളത് അതിൽ ആക്ടറായിട്ട് അഭിനയിച്ചിട്ടുള്ള ഫുവാദാണ്. വെൽക്കം ഫുവാദ്. അപ്പൊ ഫുവാദെ, പഠിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് ആൻയൂസിലേക്ക്. ഇപ്പൊ ദാ നമ്മള് ഫേസ് ടു ഫേസ് ഇതൊരു ഇന്റർവ്യൂ എടുത്തുകൊണ്ടിരിക്കുവാണ്. ഇത് എക്സ്പെക്ട് ചെയ്തിരുന്നോ? എന്താണ് കറന്റുള്ള ഫീലിംഗ്? എന്താ ഇപ്പോ? ഭയങ്കര ഹാപ്പിയാണ്. ഭയങ്കര ഹാപ്പി പറഞ്ഞാൽ പീക്ക് ലെവലിൽ ഹാപ്പിയാണ്. അതേപോലെ തന്നെ പ്രൗഡാണ്. പിന്നെ എൻ്റെ ഫാമിലി, എൻ്റെ ഉപ്പ ഉമ്മ, ഇവർക്കൊരു പ്രൗഡ് മൊമെൻ്റ് ഉണ്ടാക്കാറുമ്പോൾ നമുക്ക് അത്രയും ഒരു ഹാപ്പിയാണല്ലോ. നമുക്കും അത്ര പ്രൗഡ് മൊമെൻ്റ് ആണ്. ഉമ്മ ഉപ്പ ഇവരെല്ലാവരും എൻ്റെ മകൻ അഭിനയിച്ച ആഡ് ഫിലിം ഇറങ്ങിയിട്ടുണ്ടെന്ന് എല്ലായിടത്തും പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പിയാണ്. എൻ്റെ ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത് അവരെ മാക്സിമം ഹാപ്പി ആക്കുക, അവരെ പ്രൗഡ് ആക്കുക എന്നുള്ള സംഭവമാണ്. അതെനിക്ക് ഇതിലൂടെ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ ആഡ് ഫിലിം എന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ ഒരു കലൂർ ഇല്ലെങ്കിൽ ഒരു എറണാകുളത്തിലോട്ട് വരുന്നത്, ഈ ആനിവേഴ്സിലോട്ട് അഡ്മിഷൻ എടുക്കുന്നത് എനിക്കൊരു ഫിലിം ഒരു ലക്ഷ്യം വെച്ചിട്ട് തന്നെയാണ് ഞാൻ അവിടെ ഒരു അഡ്മിഷൻ എടുക്കുന്നത് തന്നെ. സോ അതിലോട്ടൊരു ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കാൻ പറ്റുക, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഒരു ഡയറക്ഷൻ കറക്റ്റാണ്, അല്ലെങ്കിൽ ഡയറക്ഷനിലോട്ട് കയറി എന്നുള്ളൊരു ഫീൽ ഉണ്ട്. ആ ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്തു വെക്കാൻ പറ്റും. ഭയങ്കര ഹാപ്പിയാണ് പറഞ്ഞാൽ. ഓക്കെ, നമ്മളിപ്പോ ഒരു ബിഗ് സ്ക്രീനിലേക്ക്, അതായത് ഒരു തിയേറ്ററിക്കൽ ആഡ് പോലെ പോവാണ്. എക്സ്പെക്ട് ചെയ്തിരുന്നോ ആ ലെവലിലേക്കൊക്കെ പോകും? ഇല്ലല്ല, ഒരിക്കലും കരുതിയിട്ടില്ല. ഇത്ര പെട്ടെന്ന് ഞാൻ കരുതിയിട്ടില്ല. കാരണം അഡ്മിഷൻ എടുത്ത് പെട്ടെന്ന് തന്നെ ഈ ഒരു ആഡ് ഫിലിം കാര്യങ്ങളെല്ലാം വന്നു. അപ്പൊ ഇത്ര പെട്ടെന്ന് ഞാൻ കരുതിയിട്ടുണ്ടായിരുന്നില്ല. അതെ അതെ, കുറെ ആൾക്കാർ ഒരു മൂവീസിന്റെ കൂടെ ആക്ടേഴ്സിന്റെ ഒക്കെ കൂടെ കാണാൻ പോകുന്ന ഫുവാദിന്റെ ഫേസ് കൂടിയാണ്. അതെ അതെ അതെ. ഓക്കെ, അതേപോലെ തന്നെ നമ്മൾക്ക് ഓണം പ്രോഗ്രാമിന് നമ്മൾക്ക് ഒരു ഭാവിയിലേക്കുള്ള ഒരു ഫ്യൂച്ചർ ഫിലിം മേക്കർ അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എക്സ്പീരിയൻസ് എന്തായിരുന്നു? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഫസ്റ്റ് ആഡ് ഫിലിം ആണ്. ഫസ്റ്റ് ആയിട്ടാണ് എനിക്ക് ക്ലാപ്പ് ബോക്സ് വരുന്നത്. എല്ലാം ഫസ്റ്റ് ആണ്. ഫസ്റ്റ് സ്റ്റേജ്, ഫസ്റ്റ് അപ്ലോസ്, ഫസ്റ്റ് ഓഡിയൻസ്, പിന്നെ അതുപോലെ ഫസ്റ്റ് അവാർഡ്, എല്ലാം ഫസ്റ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. അതെ അതെ അതെ, അത് ഫിലിം. അതെ അതെ, ഭയങ്കര ഹാപ്പി ആയിരുന്നു. അതും നമ്മളെ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന സെയിം പേഴ്സൺ, അതും ഭയങ്കര ഹൈ പൊസിഷനിൽ ഇരിക്കുന്ന ഒരു പേഴ്സൻ്റെ അടുത്ത് മേടിക്കാറ് ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ അതേപോലെ തന്നെ ഇതിൽ വർക്ക് ചെയ്തിട്ടുള്ളവരും എല്ലാവരും ഇതേപോലെ തന്നെ ഒരേപോലെ എല്ലാവരും ട്രീറ്റ് ചെയ്തു. അതേപോലെ തന്നെ എല്ലാവരും ഒരേപോലെ ഹാപ്പിയാണ്. അതൊക്കെ ഒരുപാട് ഹാപ്പിയാണ്. ഓക്കെ, ഒരുപാട് ഹാപ്പിയാണെന്ന് മനസ്സിലായി. കാരണം ഫുവാദ് ഏറ്റവും കൂടുതൽ പറയുന്നത് ഹാപ്പി എന്നുള്ള വേർഡാണ്. ഇപ്പൊ പറഞ്ഞല്ലോ ഫാമിലിക്ക് ഭയങ്കര ഹാപ്പി എന്നുള്ളത്. എനിക്ക് തോന്നുന്നു പൊതുവെ എല്ലാവരും ചൂസ് ചെയ്യാൻ ഒരു നിർബന്ധിക്കുന്ന ഒരു കോഴ്സ് അല്ല ഒരു മൾട്ടിമീഡിയ അങ്ങനത്തെ ഒരു കോഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഫുവാദ് തെരഞ്ഞെടുപ്പ് ക്വാളിഫിക്കേഷൻ എന്തായിരുന്നു? എന്താ പഠിച്ചിരുന്നത്? ഞാൻ +2 പഠിച്ചു കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് കോളേജ് പോയിരുന്നു. പക്ഷെ അത് ഡ്രോപ്പ് ചെയ്തു, ചില ഇഷ്യൂസ് കാരണം ഡ്രോപ്പ് ചെയ്തു, കോളേജ് ഇഷ്യൂസ്. അതിനുശേഷം ഇങ്ങനത്തെ ഒരു കോഴ്സ് സെലക്ട് ചെയ്യാന്ന് പറഞ്ഞപ്പോൾ ഇപ്പൊ ഹാപ്പി ആയി നിൽക്കുന്ന പാരന്റ്സ് അന്ന് ഓക്കെ ആയിരുന്നു? അതെ അതെ അതെ, ഓക്കെ ആയിരുന്നു. അതെ, കാരണം അവർക്ക് എന്നിലൊരു ട്രസ്റ്റ് ലെവൽ ഉണ്ട്. ഓക്കെ, ഞാൻ ചുമ്മാ ഒരു ഇതിലോട്ട് എടുത്ത് ചാടില്ല, എന്തോ കണ്ടിട്ടാണ് ചെയ്യുന്നത് എന്നുള്ളൊരു വിഷൻ ഉണ്ട്. അപ്പൊ അവര് ഓക്കെ ആയിരുന്നു. അവർക്ക് കൺഫ്യൂഷനോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇല്ലല്ല. ഓക്കെ, ഇപ്പൊ അന്യൂസിലേക്ക് വന്നു. ഇപ്പൊ എനിക്ക് തോന്നുന്നു 2-3 months ഒക്കെ ആയിട്ടുണ്ടാവും അല്ലെ? ഓക്കെ, ഇത്ര മന്ത്സ് കൊണ്ട് ഫുവാദിനുണ്ടായിരുന്ന ഒരു എന്താ പറയാ, എത്രമാത്രം ഫുവാദിന്റെ ലൈഫിൽ ചേഞ്ചസ് വന്നിട്ടുണ്ട്? അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞിരുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണോ ഇവിടെ വന്നപ്പോ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയത്? അതെ അതെ, പറഞ്ഞതിനേക്കാൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. കാരണം ഇപ്പൊ നമ്മളൊരു സ്ഥലത്ത് പഠിക്കാൻ പോവാന്ന് പറയുമ്പോൾ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ബൗണ്ടറിന്റെ ഉള്ളിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഡിഫിക്കൽട്ടി ആയിരിക്കും. ഒരു ബ്രീത്തിങ്ങിന്, അതെ, ബ്രീത്തിങ് ഇഷ്യൂസ് നമുക്ക് വരും. നമുക്കൊരു വർക്ക് ചെയ്യാനാണെന്നുണ്ടെങ്കിലും പഠിക്കാനാണെന്നുണ്ടെങ്കിലും ചെറിയ സ്ട്രിക്റ്റ് ഒക്കെ ഒരു ഇതാണെന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാണ്. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ മഹേഷിന്റെ പ്രതികാരത്തിൽ പഠിക്കുന്ന ഫോട്ടോഗ്രാഫി പഠിപ്പിക്കാൻ പറ്റില്ല, ആ ഒരു ഫീലാണ് നമുക്ക് ഇവിടെ. കൃത്യമായിട്ട് നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള ഒരു സറൗണ്ടിങ്സ്, അതിനുള്ള ഒരു നാച്ചർ നമുക്ക് കൃത്യമായിട്ട് ഇവിടെ നിന്ന് ഉണ്ടാക്കി തരുന്നുണ്ട്. ഒരു എന്താ പറയുക, ഒരു പിടിമുറുക്കോ അങ്ങനെ കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് എന്താണോ നമുക്ക് വേണ്ടത്, ഏത് ടൈമിലാണോ, എല്ലാം കൃത്യമായിട്ട് നമുക്ക് ആക്സസ് ചെയ്ത് തരും. ഒരു ലാഗോ ഇല്ലെങ്കിൽ ഒരു പിന്നോട്ട് ഇല്ലെങ്കിൽ നമുക്ക് പിന്നെ ആക്കാം, അല്ലെങ്കിൽ ആ ഒരു ഡൗട്ടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏത് സമയത്തും കൃത്യമായിട്ട് ഡൗട്ട് ചോദിച്ചാൽ കൃത്യമായിട്ട് പറഞ്ഞുതരും. സോ നമ്മളിപ്പോൾ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് നമുക്കറിയാം അധികം അഡ്മിഷൻ കൗൺസിലേഴ്സ് ഭയങ്കര ബൂസ്റ്റ് ചെയ്തിട്ടാണ് പറയാം. പക്ഷെ ഇവിടെ ബൂസ്റ്റ് ചെയ്തത് കുറവാണെന്നുള്ളൊരു തോന്നലേ ഉള്ളൂ. കാരണം പറഞ്ഞതിനേക്കാൾ നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആണ്. ഫാക്കൾട്ടീസ് ആവട്ടെ, ഇവിടുത്തെ മറ്റു സ്റ്റാഫ്സ് ആവട്ടെ, എല്ലാം കൊണ്ടും, പിന്നെ അതേപോലെ ഇവിടുത്തെ സ്റ്റുഡൻസും അതേപോലെ ഫ്രണ്ട് സർക്കിൾ ആണെങ്കിൽ എല്ലാം കൊണ്ടും ഇവിടെ ഒരു ഹാപ്പിയാണ്, ഒരു ഹെവൻ ഫീലിംഗ് ആണ് ഇവിടെ ആക്ച്വലി. അതുപോലെ തന്നെ ആഡ് ഫിലിമിന്റെ ആ ഒരു ടൈമിൽ, ഷൂട്ടിന്റെ ഒക്കെ ടൈമിൽ എങ്ങനെ ഉണ്ടായിരുന്നു? ആ ഒരു ഫീൽ എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. നമുക്ക് ഷെഡ്യൂൾ ആകെ 1 day ആണ് വന്നിട്ടുള്ളത്. പക്ഷെ നമുക്കൊരു ടൈറ്റ് കാര്യങ്ങളൊന്നും ഫീൽ ചെയ്യാണ്ട് കൃത്യമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ അതേപോലെ നൈറ്റാണ് നമ്മൾ ഷൂട്ട് തുടങ്ങുന്നത്. ആക്ച്വലി നൈറ്റ് ഒരു ടൈം ഷെഡ്യൂൾ പറഞ്ഞിരുന്നു. പക്ഷേ ചില ആക്സസറീസിന്റെ കാരണം നമുക്ക്
ഒരു ചെറിയൊരു ലാഗ് വന്നു. പക്ഷെ നമ്മൾ ആ കൂടെ നിന്നുള്ള ക്രൂ ആണെങ്കിലും ഇപ്പോൾ അജ്മൽ സർ, ഭരത് സർ, ഇവരെല്ലാം നമ്മൾ ഈ ടീം, നമ്മൾ ഈ ഒരു ആഡ് ഫിലിമിൻ്റെ ടീം പറഞ്ഞാൽ പക്ക അതിന് വേണ്ടിയിട്ട് ആപ്റ്റായിട്ട് നിന്നു എന്നുള്ളതാണ്. നമുക്ക് ലാഗ് വന്നപ്പോൾ നമുക്ക് ചെറിയൊരു ഇത് വരും, എന്താ ഒരു ടെൻഷൻ അല്ലെങ്കിൽ ഒരു ദേഷ്യം എന്തെങ്കിലുമൊക്കെ വരും, എന്താ ഇപ്പോൾ ഈ ലാഗ് എന്താണ് എന്നുള്ളൊരു ഫീലൊക്കെ ഉണ്ടാകും. പക്ഷേ ഇത് നമുക്ക് ഒരിക്കലും അങ്ങനെ വന്നിട്ടില്ല. നമുക്ക് കൃത്യമായിട്ട് അത് എന്താണെന്ന് മനസ്സിലാക്കി, അതേപോലെ തന്നെ അതിന് കൂടെ നിന്ന് വെയിറ്റ് ചെയ്ത് അതിന് കൂടുതൽ പ്രാക്ടീസ് ചെയ്ത്, അതേപോലെ തന്നെ ഇപ്പോൾ ആർട്ട് ടീമിൻ്റെ വർക്ക് എന്ന് പറഞ്ഞാൽ അടിപൊളിയായിരുന്നു. അവർ കൃത്യമായിട്ട് ചെയ്തു. പിന്നെ അതേപോലെ ഇപ്പോൾ സേർ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇപ്പോൾ സേറിനും തിരിച്ച് അവർ സജഷൻസ് പറഞ്ഞു കൊടുക്കും, സേറും അത് അക്സെപ്റ്റ് ചെയ്യും. ഇപ്പോൾ സീനിയർ ഇല്ലെങ്കിൽ ഒരു ഡയറക്ടറാണ് അല്ലെങ്കിൽ സിനിമാറ്റോഗ്രാഫർ ആണ്, ആ ഒരു ബലം പിടുത്തമൊന്നും ഇല്ലാണ്ട് അവർ പറയുന്നതും കേട്ട് എന്താണോ അതിന് ആപ്റ്റ് ആവുന്നത് അതിലോട്ട് കൊണ്ടുവരുന്നുണ്ട്. ആക്ച്വലി എല്ലാവരും ഒരു പക്ക ഒരുമിച്ച് കൈ കോർത്തൊരു ജോലി ചെയ്താൽ എങ്ങനെ ഉണ്ടാവും ആ ഒരു റിസൾട്ടിൽ നമുക്കത് കാണാൻ പറ്റും. ആക്ച്വലി നല്ല അടിപൊളിയായിട്ട് എല്ലാവരും ഒത്തൊരുമയോടുകൂടി. ഇപ്പോൾ നമ്മൾ സ്മോക്കിൻ്റെ ചെറിയ ഇഷ്യൂസ് ഉണ്ടായിരുന്നു, സ്മോക്കിലൊരു ചെറിയൊരു ലാഗ് വന്നു, അതുകൊണ്ട് ടൈമും അത്യാവശ്യം ലാഗായി. അപ്പൊ ഉറങ്ങാണ്ട് ആരും ഉറങ്ങാതെ അത്രയും നേരം ഷൂട്ട് കഴിയുന്നവരെ. അതെ, ഞാൻ കേട്ടു 2 ദിവസം സ്ലീപ്ലെസ് നിങ്ങൾക്ക്. അതെ അതും നമ്മൾ ആർട്ട് ടീമിന്റെ വർക്ക് കഴിഞ്ഞ്, പക്ഷെ എന്നിട്ട് പോലും അവർ റെസ്റ്റ് എടുക്കാതെ നമ്മൾ മറ്റു വർക്കിന് വേണ്ടിയിട്ടും അവർ കൂടി തന്നിട്ടുണ്ട്. എല്ലാത്തിനും കൂടെ നിന്ന് ലാസ്റ്റ് അജ്മൽ സാറാണ് ഇനി ഇവിടെ കണ്ടു കഴിഞ്ഞാൽ ചീത്ത പറയും എന്ന് പറഞ്ഞ് അവരെ പറഞ്ഞു വിട്ട് ഉറക്കിയതാണ് അവരെ. ആക്ച്വലി അവരെ കണ്ണ് കൂട്ടാണ്ട് നമുക്ക് പണിയെടുത്ത് തന്നിട്ടുണ്ട്. പിന്നെ അതേപോലെ ബി ടി എസ് ഒക്കെ നൈറ്റ് തുടങ്ങി ആ ഷെഡ്യൂൾ കഴിയുന്ന വരെ റെസ്റ്റ് ഇല്ലാണ്ട്. പിന്നെ അതേപോലെ ഞങ്ങളെല്ലാം ഫ്രഷേഴ്സ്. ആക്ച്വലി ഈ ഒരു സ്റ്റുഡൻ്റായിട്ട് കയറിയിട്ടും ഒരു 1 മന്തിൽ തന്നെ നമ്മൾ ആഡ് ഫിലിം തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ എന്തൊക്കെ ചെയ്യണമെന്ന് അവർക്ക് കൃത്യമായിട്ട് അറിയായിരുന്നു. ഇപ്പോൾ ബി ടി എസ് മെമ്മറി കാർഡൊക്കെ ഫുൾ ആവണമെന്ന് നമ്മളിപ്പോൾ ഒരാൾ ഇതെന്താ ചെയ്യുക എന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടാവും. പക്ഷെ അവരത് കൃത്യമായിട്ട് അപ്പോൾ സ്പോട്ടിൽ അത് കോപ്പി ചെയ്ത് എല്ലാം കൃത്യമായിട്ട് കൊണ്ടുപോയിട്ടുണ്ട്. അതേപോലെ ആർട്ട് ടീമിൻ്റെ ഇതേപോലെ പിന്നെ ബി ടി എസ്, പിന്നെ ക്യാമറ നമ്മളാ സാറിന് ഡാനിയൽ ആയിരുന്നു സപ്പോർട്ട്. അപ്പോൾ മഴയൊക്കെ പെയ്തിരുന്നു, പുറത്താണ് നമ്മൾ ലൈറ്റിങ് കാര്യങ്ങളെല്ലാം ഫിക്സ് ചെയ്തത്. പക്ഷെ ആ മഴയത്തും ചുമ്മാ വേറെ അടങ്ങി കുറച്ച് നേരം നീ നിൽക്ക്, ഇല്ലെങ്കിൽ ഒരു ഹെൽപ്പിന് നിൽക്ക് എന്നൊന്നും പറയാണ്ട് കറക്റ്റായിട്ട് ഭരത് സാർ എന്താണോ പറയുന്നത് കൃത്യമായിട്ട് ആൾക്കും ക്യാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതേപോലെ നമ്മൾ അജ്മൽ സാർ പറയുന്ന അസോസിയേറ്റ് ഡയറക്ടർ തോമസ് ആണെങ്കിലും, അതേപോലെ ആർട്ട് ടീം ദേവിക, ശരത്ത്, സംഗീത്, ഒരു ശരത്ത് കൂടെ ഉണ്ട്. അപ്പോൾ ഈ ഒരു ടീമാണെന്നുണ്ടെങ്കിലും ബി ടി എസിലെ കാശി, മഹേഷ്, അതേപോലെ റസൽ, സ്റ്റില്ലെടുത്ത് റസൽ, ഇവരെല്ലാവരും, പിന്നെ ധനുഷായിരുന്നു മോണിറ്ററിങ് ചെയ്തിരുന്നത്. എല്ലാം കൃത്യമായിട്ട് ഒരു ചെറിയ മിസ്റ്റേക്കോ കണ്ടിന്യൂറ്റി മിസ്റ്റേക്കോ കാര്യങ്ങളൊന്നും ഇല്ലാതെ ധനുഷും കീപ്പ് ചെയ്തു. ഈ ഒരു ഒത്തൊരുമ. പിന്നെ അതേപോലെ തന്നെ ഒരാൾ ഇപ്പോൾ ഡയറക്ടർ, ഇപ്പോൾ അജ്മൽ സാർ എന്താണോ മനസ്സിൽ കാണുന്നത്, അടിപൊളിയായിരുന്നു. ഇപ്പോൾ നമ്മൾ ടൈറ്റ് ഷെഡ്യൂളാണ്, 1 ഡേ കൊണ്ട് തീർക്കണം, നമുക്ക് ഒരുപാട് ലൊക്കേഷന് പോകണം. പക്ഷെ ആ ഒരു പ്രഷർ കാണിക്കാണ്ട്, ഇല്ലെങ്കിൽ ആ പ്രഷർ മറ്റുള്ളവരെ ഏൽപ്പിക്കാണ്ട് സ്വന്തമായിട്ട് ആ കാര്യങ്ങളൊക്കെ നോക്കി അത് കൃത്യമായിട്ട് മറ്റു ടീമുകൾ ഡിവൈഡ് ചെയ്ത് കറക്റ്റായിട്ട് കൊണ്ടുപോയിട്ട്, കറക്റ്റ് ഡയറക്ടർ എന്നൊരു പേര് നമുക്ക് കറക്റ്റായിട്ട് അതിന് ആപ്റ്റ് ആവും, ഡയറക്റ്റ് ചെയ്ത് കൊണ്ടുപോയി കൃത്യമായിട്ട്. പിന്നെ സിനിമാറ്റോഗ്രഫി എന്ന് പറഞ്ഞാൽ അതും അടിപൊളി. നമ്മൾ ഭരത് സാർ കൃത്യമായിട്ട് ആ ഒരു ലൈറ്റിങ്ങിൻ്റെ എനിക്ക് ലൊക്കേഷൻ പോയി, അത് നല്ലൊരു ഓർമ്മയാണ്. ആക്ച്വലി ലൊക്കേഷൻ കാണാൻ പോയിരുന്നു ഞങ്ങൾ വീടിൻ്റെ. അപ്പോൾ ലൊക്കേഷൻ വിളിച്ച സമയത്ത് ഒരു വീട് വന്ന് കണ്ടോളൂ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ നമുക്ക് 3rd ഫ്ലോറിലാണ് കിട്ടിയത്. അപ്പോൾ ലൈറ്റിങ് നമ്മൾ പുറത്താണ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ അജ്മൽ സാറിനൊരു ഡൗട്ട്, നമുക്ക് നൈറ്റിൽ തന്നെ ഡേ ടൈമിൽ നമ്മൾ ഷൂട്ട് ചെയ്യണം, കാരണം ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് തീർക്കണം. സോ ആ ടൈമിൽ ലൈറ്റിങ് കറക്റ്റ് ആയിരിക്കും, ലൈറ്റിങ് നമുക്ക് ഡേ ആക്കാൻ പറ്റുമോ എന്നുള്ളൊരു ഡൗട്ടിലുണ്ട്. പക്ഷെ ഭരത് സാർ പറഞ്ഞൊരു വേർഡ് ഉണ്ട്, അത് എനിക്ക് ഇപ്പോഴും ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്യുന്നത്, ഒരുപാട് പേരോട് പറയുന്നൊരു ഡയലോഗാണ്, എല്ലാം ഞാൻ ഏറ്റു. ആ ഒരൊറ്റ ഏറ്റു എന്നുള്ളൊരു ഡയലോഗിലാണ് അജ്മൽ സാറിനൊരു ട്രസ്റ്റ്. ഇത് കൃത്യമായിട്ട് അതെ കൃത്യമായിട്ട്. പിന്നെ നമുക്ക് നൈറ്റാണ് നമ്മൾ ഡേ ആയിട്ട് ഷൂട്ട് ചെയ്തേക്കുന്നത്. സോ അത് കറക്റ്റായിട്ട് കൊണ്ടുപോയി. അതേപോലെ ലൈറ്റിംഗ് ആണെന്നുണ്ടെങ്കിൽ എല്ലാം കൃത്യമായിട്ട് കൊണ്ടുപോയി. നമ്മൾ ആ റൂമിലോട്ട് കയറിയപ്പോൾ നമ്മൾ പകലിലാണ് ഇല്ലെങ്കിൽ ഡേ ടൈമിലാണ് നമ്മൾ അവിടെ റൂമിൽ ഇരിക്കുന്നത് എന്നുള്ളൊരു ഫീൽ കിട്ടും. അതെ പക്കനായിട്ട് നമ്മൾ 1 മണിക്കൊക്കെയാണ് ആ ഷൂട്ട് ചെയ്യുന്നത്, ആ ഡേ ടൈമിൻ്റെ ഒക്കെ പക്കായിട്ട് കൊണ്ടുപോയി. പിന്നെ അതേപോലെ അജ്മൽ സാറും എന്താണോ ആൾക്ക് വേണ്ടത് അത് ആൾക്ക് കിട്ടണം. അല്ല ചുമ്മാ നമുക്കിപ്പോൾ ടൈമില്ല, ഇനി അടുത്ത സാധനം നമുക്ക് ചെയ്യണം, അതുകൊണ്ട് ഓക്കെ ഇത് അഡ്ജസ്റ്റ് ചെയ്യുക എന്നില്ല. കൺസിഡറേഷൻ നമുക്ക് വളരെ കുറവായിരുന്നു. പക്ക ഫിക്സ് ചെയ്യുന്ന എന്താണ്, നമ്മൾ എന്താണ് ഷോട്ടാണോ നമുക്ക് വേണ്ടത് അത് കൃത്യമായിട്ട് ആൾ ചോദിച്ചു മേടിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഭയങ്കര സപ്പോർട്ടായിട്ട് ഭരത് സാറും ഉണ്ടായിട്ടുണ്ട്. ഇവർക്കൊക്കെ സപ്പോർട്ടായിട്ട് നല്ല അടിപൊളിയായിട്ട് അസിസ്റ്റൻസും ആർട്ട് ടീംസും എല്ലാം വർക്ക് ചെയ്തിട്ടുണ്ട് അടിപൊളിയായിട്ട്. ഫുവാദെ, ഇപ്പോൾ ആൻവ്യൂസിനെ പറ്റി പറഞ്ഞു, എക്സ്പീരിയൻസ് എല്ലാം പറഞ്ഞു. ഇനി ഫുവാദിന് ഇവിടെ ജോയിൻ ചെയ്യാൻ പോകുന്ന ഒരു കുട്ടിക്ക് എന്ത് അഡ്വൈസ് ആണ് കൊടുക്കാനുള്ളത്?
അഡ്വൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. അല്ല ഇപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറച്ച് പറയാമെന്നല്ല, ഇവിടുത്തെ പ്ലസ് ആക്കി പറയുകയാണ്, ഇവിടെ പക്ക നമ്മളെ പ്രാക്ടിക്കൽ വൈസാണ്. അതായത് മാക്സിമം ഒരു മോഡൽ ഷൂട്ട്, ഇപ്പോൾ ഇൻഡോർ നമ്മൾ മോഡൽ ഷൂട്ട് ആണെന്നുണ്ടെങ്കിൽ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ സാറുമാർ തന്നെ പറയും. നമ്മൾ ഇവിടുത്തെ ഫാക്കൽറ്റി വിഷ്ണു സാറിൻ്റെ ഒക്കെ അറിയാം, നമുക്ക് ഒരു സെലിബ്രിറ്റി ഷൂട്ട് സാറ് കൂടെയാണ് അത് ആക്ച്വലി. അപ്പോൾ ആളുടെ എല്ലാ ഫോട്ടോസും നമുക്ക് അറിയാം. അതേപോലെ തന്നെ ഒരു സ്റ്റുഡൻസിനെയും ആ ഒരു ലെവലിലോട്ട് കൃത്യമായിട്ട് എങ്ങനെയാണ് ഒരു കൃത്യമായിട്ട് ചെയ്യേണ്ടത് എന്നുള്ളത്, എങ്ങനെ നമ്മളെ സ്വന്തം ബിൽഡ് ചെയ്യാം, കരിയർ ബിൽഡ് ചെയ്യാം, നമ്മളെ സ്കില്ല് എങ്ങനെ ബിൽഡ് ചെയ്യാം എന്ന് കൃത്യമായിട്ട് ഇവിടുന്ന് പറഞ്ഞുതരും. നമ്മളത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം. ഇവിടെ നമുക്ക് എല്ലാ എക്യുപ്മെൻറ്റ്സ് കാര്യങ്ങളെല്ലാം ഉണ്ട്. അതേപോലെ തന്നെ സ്റ്റുഡിയോ, സ്വന്തമായിട്ട് സ്റ്റുഡിയോ, ലാബ്, എഡിറ്റിംഗ് ലാബ്, പിന്നെ അതേപോലെ ക്യാമറാസ്, എല്ലാ എക്യുപ്മെൻറ്റ്സും നമുക്ക് ഇവിടെ ഉണ്ട്. മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ ഫുവാദെ +2 കഴിഞ്ഞു, ഡിഗ്രിക്ക് ജോയിൻ ചെയ്തു, അവിടെ പിന്നെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പൊ എപ്പോ തൊട്ടാണ് ഇങ്ങനത്തെ ഒരു മീഡിയ എന്ന് പറയുന്ന ഒരു ഡ്രീം മൈൻഡിലേക്ക് എത്തിയത്? ഫാമിലിയിൽ ആരെങ്കിലും ഉണ്ടായിരുന്നോ ഇൻസ്പയർഡ് ആവാൻ ആയിട്ട്, അതോ സ്വയം ഓക്കെ ചെയ്യാം ആ ഒരു മൈൻഡ് സെറ്റ് ആയിരുന്നോ? ഓക്കെ, ഫാമിലീസിൽ മീഡിയ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്, കസിൻ ബ്രദേഴ്സ് ഒക്കെ വർക്ക് ചെയ്യുന്നവരുണ്ട്. പക്ഷെ അത് ഇൻസ്പയർ ആയിട്ടല്ല. ആക്ച്വലി എനിക്ക് ചെറുപ്പം മുതലേ ഈ ഒരു ഷോർട്ട് ഫിലിം ഞങ്ങൾ ചുമ്മാ വീഡിയോസ് ഒക്കെ എടുക്കും. അപ്പൊ എനിക്ക് ഭയങ്കര താല്പര്യം. രണ്ടും ഒരുപോലെ ഭയങ്കര താല്പര്യമുള്ളൊരു മേഖലയാണ്. കാരണം ചെറുപ്പം മുതൽ ഞങ്ങളിങ്ങനെ ചുമ്മാ ഒരു ഫോൺ കിട്ടിയ സമയത്ത് ഞങ്ങളിങ്ങനെ വീഡിയോ എടുക്കുക, അങ്ങനെ കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിനോട് അങ്ങനെ താല്പര്യം കൂടി വന്നു. പിന്നെ ആക്ച്വലി ഞാൻ എൻ്റെ ഒരു ഫീൽഡ് ഇതായിരിക്കണം, ഇല്ലെങ്കിൽ ഫുവാദ ഇതാണ് നിൻ്റെ സ്കില്ല്, ഇതാണ് നിൻ്റെ പൊട്ടൻഷ്യൽ എന്ന് മനസ്സിലാക്കുന്ന 7th 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്. ആക്ച്വലി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഒരു ഡ്രാമയിൽ ചേർന്നു. നമ്മൾ ഗ്രൂപ്പ് ആർട്സ് നമ്മൾ ഗ്രൂപ്പായിട്ടൊക്കെ നമ്മൾ ആർട്സ് പ്രോഗ്രാം ഉണ്ടാവില്ല. അപ്പോൾ ആക്ച്വലി അതിന് ഡ്രാമ ടീമിൽ ഞാൻ ചേർന്നു. ഡ്രാമ ടീമിൽ ചേർന്ന് ഇങ്ങനെ സ്റ്റോറി എന്താണെന്ന് അറിയാണ്ട് ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ ആക്ച്വലി ഞാനൊന്ന് ഒരു സ്റ്റോറി എഴുതി. ആദ്യമായിട്ട് ലൈഫിൽ സ്റ്റോറി എഴുതി ചെയ്യുന്നത് അതാണ്. സ്ക്രിപ്റ്റ് കാര്യങ്ങളെല്ലാം ചെയ്തു. ആ സ്ക്രിപ്റ്റ് ചെയ്ത് ഞങ്ങളെല്ലാം പ്രാക്ടീസ് കാര്യങ്ങളും ചെയ്ത് അന്നത്തെ ആർട്സ് ഡേയിൽ ഞങ്ങൾക്കായിരുന്നു ഫസ്റ്റ്. ആക്ച്വലി ഓക്കെ, ഫസ്റ്റ് അപ്ലോഡ്സ് അവിടുന്ന് കിട്ടി എനിക്കൊരു. അതെ. അപ്പോൾ അന്ന് എഴുതിയ സമയത്ത് ഞാൻ ഇപ്പോൾ സീനിൽ അഭിനയിക്കുന്ന സമയത്ത് നമ്മളിപ്പോൾ ഒരു ഇമോഷൻ കൺവേ ചെയ്യുമ്പോൾ, അതായത് ഇപ്പോൾ ഒരു സാഡ് ആണെന്നുണ്ടെങ്കിൽ അത് ഓഡിയൻസും അതേ രീതിയിൽ അത് സാഡ് ആൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ട്. അതേപോലെ കോമഡി സീൻസിൽ അത് അതേപോലെ അവരും ചിരിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോൾ ഓക്കെ എനിക്ക് പറ്റും. +2 കഴിഞ്ഞിട്ട് ഡിഗ്രിയിലേക്കൊക്കെ പോയതപ്പോ അത് ആക്ച്വലി നമ്മൾ ഫാമിലി ഇഷ്യൂസ്, അതെ പ്രഷർ ആയിരുന്നില്ല. ആക്ച്വലി എനിക്കൊരു തോന്നല് വേഗം ഒന്ന് സെറ്റിൽ ആവണം, ഫാമിലീസിനൊന്ന് സെറ്റിൽ ആക്കണം. പക്ഷെ ഞാൻ അപ്പം മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്കൊരു ഡ്രീം ഉണ്ടെങ്കിൽ, ആക്ച്വലി നമുക്കൊരു ഡ്രീം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ ഉറങ്ങാൻ വിടൂല. നമ്മൾ ഫാമിലീനെ ഒന്ന് സെറ്റിൽ ആക്കണം, ഇല്ലെങ്കിൽ നമ്മളൊന്ന് വേണം സെറ്റിൽ ആയിട്ട് എന്തെങ്കിലും ഒരു തട്ടിക്കൂട്ടൽ പരിപാടിയാണെന്നുണ്ടെങ്കിൽ. പിന്നെ പണ്ടത്തെ ഒരു മെന്റാലിറ്റി ആൾക്കാർക്ക് മാറിയെന്ന് തോന്നുന്നു. പണ്ടാണെന്നുണ്ടെങ്കിൽ ഒരു ഫോട്ടോഗ്രാഫർ ഒരു ക്യാമറയും നോക്കി പോകുന്നു എന്നൊരു മെന്റാലിറ്റി ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നല്ലൊരു ഫോട്ടോഗ്രാഫറെ കിട്ടാൻ, അല്ലെങ്കിൽ ഒരാൾ വന്ന് ഫോട്ടോ എടുത്തിട്ട് പോകാൻ, ഒരു വീഡിയോ എടുത്തിട്ട് പോകാൻ നമ്മൾ നല്ലൊരു ഹൈലി പേയ്മെന്റ് കൊടുക്കണം, വന്ന് എടുത്തിട്ട് പോകാൻ. അപ്പൊ ആ ഒരു മെന്റാലിറ്റിയിലും വ്യത്യാസം വന്നിട്ടുണ്ടല്ലേ? അതെ. ഇപ്പോൾ എൻ്റെ വീട്ടിലാണെന്നുണ്ടെങ്കിൽ എനിക്കിപ്പോൾ ഒരു ഇത് പറയാം, ഇപ്പം എനിക്ക് ഡിഗ്രി പഠിക്കണം അല്ലെങ്കിൽ ഇന്ന ഡിഗ്രി പഠിക്കണം, അവരങ്ങനെ ചോദിക്കും ഏത് കോളേജാണ്, നല്ല കോളേജാണോ, അങ്ങനെ കാര്യങ്ങളൊക്കെ ചോദിക്കുക എന്നല്ലാതെ അത് ചെയ്യേണ്ട ഇത് ചെയ്യേണ്ട എന്ന് ഒരിക്കലും പറയില്ല. എന്താണോ നിൻ്റെ ഡ്രീം അത് നോക്കിയിട്ട് തന്നെ ഓടുക. കാരണം അവർക്കും അറിയാം നമുക്കൊരു ഡ്രീം ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് അച്ചീവ് ചെയ്യാണ്ട് നമുക്കൊരു സുഖം കിട്ടത്തില്ല. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഒരു സിറ്റുവേഷന് ഒരു ഇപ്പോൾ ഫാമിലി സിറ്റുവേഷൻസ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഓടുകയാണെന്നുണ്ടെങ്കിൽ ആ ഓട്ടം ഓടിക്കൊണ്ടേയിരിക്കും. ഒരു ഡ്രീം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഡ്രീമിന് പിന്നാലെ ഓടുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ടൈം എടുത്തിട്ടാണെങ്കിലും നമുക്കത് അച്ചീവ് ചെയ്യാനും പറ്റും, കൂടെ തന്നെ സെറ്റിൽ ആവാനും പറ്റും. കറന്റ്ലി ഇപ്പോൾ നിലവിലുള്ള അല്ലെങ്കിൽ ഒരു ഫ്യൂച്ചറിലേക്കുള്ള അതിന്റെ ഡ്രീം എന്താണ്? ഡ്രീം എന്താണെന്ന് വെച്ചാൽ നല്ലൊരു റൈറ്റർ ആവുക, അതേപോലെ തന്നെ ഡയറക്ടർ, ആക്ടിങ്, ഇതൊക്കെയാണ് നല്ല താല്പര്യം. അതെ. ഓക്കെ ഫുവാദ്, അപ്പോൾ എന്തായാലും ഇപ്പോൾ നമ്മൾ ഇരുന്ന് ഇന്റർവ്യൂ ചെയ്യുന്നത് ആൻവ്യൂസിലെ നമ്മൾ തിയേറ്ററിക്കൽ ആഡിൽ അഭിനയിച്ച ഒരു വ്യക്തിയായിട്ടാണ്. അപ്പോൾ ഭാവിയിൽ ഫുവാദിനോട് സംസാരിക്കാൻ ഇടവരട്ടെ. അത് ഇതിലും ബെറ്റർ ആയിട്ടുള്ള ഒരു പൊസിഷനിൽ നിൽക്കുമ്പോൾ കാണാൻ സാധിക്കട്ടെ. താങ്ക് യു. ആഡ് ഫിലിമിന്റെ വിശേഷങ്ങൾ ഇവിടെ തീരുന്നില്ല. അടുത്ത സ്റ്റുഡൻറ്റുമായിട്ട് നമുക്ക് അടുത്ത സെഗ്മെന്റിൽ കാണാം.